കോഴിക്കോടിന് ഫുട്ബോൾ ആവേശം സമ്മാനിക്കാൻ കോഴിക്കോടിന്റെ സ്വന്തം സൂപ്പർ ലീഗ് ക്ലബ്ബ്. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് FC പ്രഖ്യാപനം നടത്തി. MK രാഘവൻ MP ലോഗോ പ്രകാശനം ചെയ്തു. പ്രമുഖ IT വ്യവസായി VK മാത്യൂസ് ആണ് ക്ലബ്ബ് ഉടമ. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC കളത്തിലിറങ്ങും. കാലിക്കറ്റ് FCയിൽ ആകെ 25 കളിക്കാരാണുള്ളത്. അതിൽ 6 പേർ വിദേശത്തു നിന്നും, 7 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, 12 പേർ കേരളത്തിൽ നിന്നുമായിരിക്കും. ഹെഡ് കോച്ച് വിദേശത്ത് നിന്നാകും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ആയിരിക്കും ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് എന്നും IBS സോഫ്റ്റ്വെയർ സ്ഥാപകനും ക്ലബ് ഉടമയുമായ VK മാത്യൂസ് പറഞ്ഞു. കോഴിക്കോട് താജ് ഗേറ്റ്വേയിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് FCയുടെ ലോഗോ MK രാഘവൻ MP പ്രകാശനം ചെയ്തു. ശരിക്കൊരു പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ആവശ്യകത കൂടുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ബാസ്മീറാൻ പറഞ്ഞ ഷെയർ ചെയ്യുന്നു. കൊച്ചിയിലെ എയർപോർട്ട് പോലുള്ള ഒരു പുതിയ സംരംഭം, ഒരു നല്ലൊരു വെഞ്ചറിന് സ്കോപ്പുണ്ട് കോഴിക്കോട്. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി IBS ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥന. കാരണം കോഴിക്കോടിൻ്റെ വളരെ കാലത്തൊരു ആവശ്യമാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 6 ടീമുകളാണ് കേരള സൂപ്പർ ലീഗിലുള്ളത്. സെപ്റ്റംബർ 1 കൊച്ചിയിലാണ് ക്ലബിന്റെ ഉദ്ഘാടന മത്സരം. ഫുട്ബോൾ ക്ലബ്ബ് ഉടമയാകാനുള്ള തീരുമാനത്തിന് നിരവധി കാരണങ്ങൾ ഉണ്ടെന്നും SLKയിലൂടെ സംസ്ഥാനത്തെ ഫുട്ബോൾ മത്സരങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനാകുമെന്ന് വിശ്വസിക്കുന്നതായും IBS സോഫ്റ്റ്വെയർ സ്ഥാപകനും ക്ലബ് ഉടമയുമായ VK മാത്യൂസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.